ഫ്ലാഷ് ബാക്ക്. അനുവിന്റെ സൈഡിൽ നിന്നും കുറച്ച് അവിടെ ഇവിടെ ഡ്രാമ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പുറകെ നടത്തിക്കണ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ. അതായത് തെറ്റുക, നമ്മള് പുറകെ പോവുക, അങ്ങനത്തെ ഒരു ഇത്. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന ഒരു സംഗതി ഇല്ല. നിന്നെ മോശക്കാരനാക്കാൻ വേണ്ടി നിന്റെ അപ്പേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പക്ഷെ അതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിട്ട് യൂട്ടിലൈസ് ചെയ്തോന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അറിയില്ല ഇറങ്ങിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ. നീ പറഞ്ഞില്ലേ എന്റെ തന്ത്രം, പറയാനുള്ളത് പറഞ്ഞ് ചെയ്യാനുള്ളത് ചെയ്ത് മറ്റുള്ളവർ എന്നോട് ഇങ്ങോട്ട് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മറന്ന് അതാരും കാണാതെ എന്റെ സങ്കടത്തിന്റെ കണക്കിൽ വെക്കുക. അത് അപ്പേട്ടന്റെ ഒരു തന്ത്രം തന്നെയാണ്. ഈ ഫാൻസിന്റെ ഒരു കാര്യം എല്ലാരും നല്ലവരാണ്. പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. പിന്നെ സൗഹൃദം എന്ന് പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി, മസ്താനി, പിന്നെ പ്രവീൺ, പിരോനിയിലേട്ടൻ, അഭിലാഷ് നല്ലൊരു ബ്രദറാണ്. ആദില നൂറ, എല്ലാരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അതെ അതെ, ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ, അഭിലാഷ്, ഉണ്ണിലേട്ടൻ. സ്വാഭാവികം. എന്തിനാ അറിഞ്ഞിട്ട് എന്നോടിത് വേണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. പക്ഷെ നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ ഇതിനൊക്കെ? സമയാവട്ടെ.